വളരെ മരണം മുഖാമുഖം കണ്ടതാണ്. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. എൻ്റെ അപ്പൻ ആശുപത്രി കിടന്ന സമയത്തും അപ്പൻ 2-ാം വാർഡിൽ കിടക്കുന്നു. 28-ാമത്തെ വാർഡിൽ ലില്ലികുമാര കിടന്ന ആദ്യം 28-ാമത്തെ വാർഡിൽ കിടന്നപ്പോൾ ഉണ്ടായ അനുഭവത്തെ നമുക്കൊരു നിമിഷം ഈ സാക്ഷിയെക്കുറിച്ച് നമുക്ക് പറയാം. നമ്മുടെ വർഷങ്ങളോളം നമ്മുടെ മുമ്പിൽ ആലയത്തിൽ വന്ന് ആരാധിക്കുകയും പിന്നെ ഇടയ്ക്ക് വെച്ച് ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല. ഞാൻ കാണുന്നത് അപ്പൻ കിടന്ന സമയത്ത് 28-ാമത്തെ വാർഡിൽ ഞാനും എൻ്റെ കൂടെ നമ്മുടെ ആലയത്തിൽ ആരാധിക്കുന്ന യശോദമ്പടെ പോയപ്പോൾ ഞങ്ങൾ വിളിച്ചു. കുമാരൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ 28-ാമത്തെ വാർഡിൽ മകനുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഓർമ്മയില്ലാതെ നിരയുമ്പതേ വന്ന് ജന്നി വന്ന് കിടക്കുന്ന, ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി കൊണ്ടുപോയി വെന്റിലേറ്ററിലായിരുന്നു. ശക്തമായുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്രത്തോളം നഷ്ടപ്പെടുമെന്നുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചെയ്ത നന്മയിൽ ഒരു നന്മയെങ്കിലും എടുത്ത് ഈ ജീവനെ നീ മടക്കി തരണം. ഒരു നന്മയെങ്കിലും ചെയ്ത് ഈ സഹോദരനെ മടക്കി തരണം. നിന്റെ സന്നിധിയിൽ ഒരു സാക്ഷി പറയുവാൻ 3 മക്കളാണ്. ഒരു കുഞ്ഞു മോളുണ്ട്, 2 ആൺമക്കളുണ്ട്, ഭാര്യയുണ്ട്. ശരിക്കും ഒരു നല്ലൊരു വീട് പോലും ഇല്ല. ഞാൻ പോയിട്ടുണ്ട്, അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിട്ടുണ്ട്, എന്നെ പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്ടിൻ്റെ അനുഭവത്തിൽ കിടക്കുമ്പോൾ ജീവിതം തകർന്ന് മരണത്തിലേക്ക് മല്ലടിച്ച സ്ഥാനത്ത് വെന്റിലേറ്ററിൽ നിന്നും എല്ലാ സഹോദരങ്ങളും എല്ലാവരും പറഞ്ഞു മരിച്ചു പോകുമെന്ന്. പക്ഷെ മരിച്ചില്ല. നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശു. ഡോക്ടർമാർ എല്ലാവരും പറയും വിധി എഴുതിയെന്ന് പറയും, പുള്ളി പറയും. പക്ഷെ എല്ലാവരും പറഞ്ഞു മരിച്ചുപോയി. ഭാര്യയെ വിളിക്കാൻ പറയും, ഇല്ല എന്നുവെച്ചാൽ ഒപ്പിട്ട് വാങ്ങിച്ചു, മരണമൊഴി എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ സമയമെല്ലാം നിലവിളിയുടെ മധ്യേ പ്രാർത്ഥന എന്നത് ഒരു ആയുധം സ്വർഗത്തിലെത്തുവാൻ അത്രത്തോളം പ്രാർത്ഥിച്ചു. സഭയിലും ദൈവമക്കൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ മുന്നോടിയായി. പക്ഷെ എനിക്ക് ആ വെന്റിലേറ്റർ കഴിഞ്ഞ ശേഷം എൻ്റെ കൂടെ നിന്ന് ആർക്കും കയറില്ല. വെന്റിലേറ്റർ ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കയറി ചെന്നിരുന്നപ്പോൾ കട്ടിലിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കണ്ടത്. കട്ടിലിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കണ്ടത്. ആ അനുഭവത്തിൽ ഇന്ന് ദൈവസന്നിധിയിൽ വന്ന് എന്ന് പറഞ്ഞാൽ BP കൂടി ഓർമ്മ നഷ്ടപ്പെട്ട് ബോധം കെട്ടയിലാണ് ആശുപത്രിയോട് എത്തിച്ചത്. ഇന്ന് ശബ്ദം പറയുവാൻ ചില ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായി ട്രീറ്റ്മെൻറ്റ് മരുന്നുകളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാവിനൊരു പ്രശ്നം കണ്ടാൽ പുള്ളിയുടെ അനുഭവത്തിൽ നിന്നും ചില വാക്കുകൾ നമുക്ക് കേൾക്കാം. പേര് കുമാറാണ്. ഞാൻ പൂങ്കുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഒരു ഹിന്ദുവാണ്. ഹിന്ദുവിൽ നിന്ന് ഇവിടെ പള്ളിയിൽ വരാൻ തുടങ്ങി 7-8 വർഷമായി. അതിന് മുമ്പ് ഒരു 4 വർഷം വേറെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവിടെ ജോലിക്ക് വന്ന് നടന്നപ്പോൾ ഇവിടെ പള്ളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ജോലിയും കൂടി ഉണ്ട്. KSRTC വാഷിങ്ങിന് പോകുന്നൊരു ക്ലീനിങ് ജോലിയുണ്ട്. അതിൻ്റെ കൂടെ നൈറ്റ് ഉറക്കം ഒഴിച്ചിട്ട് ലോട്ടറി വിൽക്കാനോ അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മണ്ണന്തല വെച്ച് ബസ്സിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ തല ചുറ്റി വീഴുന്നു. അങ്ങനെ എന്നെ എടുത്ത് ഒരു ആട്ടോക്കാരനെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർമാരെല്ലാം പറഞ്ഞു, എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു അറിയിക്കേണ്ടതല്ലേ, അവരെല്ലാം അറിയിച്ചോളൂ, ഇനി രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. അങ്ങനെ അവിടെ നിന്ന് എന്നെ ദൈവം ഉയർത്തെണീപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ഉയർത്തെണീപ്പിച്ച് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു. പിന്നെ അങ്ങനെ എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരവസ്ഥ ദൈവം ഉണ്ടാക്കി തന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഫാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് വലുതായിട്ട് നിന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാസ്റ്റ് പറഞ്ഞത്. ഞാൻ വളരെ അവസ്ഥയിലായിരുന്നു. പിന്നെ എൻ്റെ വീടും ലോൺ എടുത്ത് അത് അടയ്ക്കാൻ പറ്റാത്ത, അടയ്ക്കുമെന്നുള്ള ഇതിലൊക്കെയാണ് ലോട്ടറി കച്ചവടത്തിന് കൂടി പോയത്. അത് അടയ്ക്കാൻ പറ്റാത്ത ജപ്തിയുടെ നോട്ടീസിൽ കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അതിനൊരു വഴി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ഇത്രയും പറഞ്ഞ് ദൈവത്തിന് 1000 കോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന യഥാർത്ഥ ഒരു സാക്ഷിയാണ്. മറ്റുള്ളവർ വെന്റിലേറ്ററിൽ കയറി ജീവിതം ഇതോടെ തീർന്നു വിധി എഴുതിയ സ്ഥാനത്ത് മറ്റുള്ളവർ വേണ്ടി എന്നാണ് അടുത്ത് കാണുന്നത് മരണത്തെയാണ്. എല്ലാവരും ആ ഒരു പ്രതീക്ഷയായിട്ട് കണക്കൂട്ടിയപ്പോൾ
നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ കർത്താവ് യേശുവിനോടാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ പറയുന്നു, നീ ICUവിൽ പോയാലും വെന്റിലേറ്ററിൽ ചെന്നാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവം അവിടെ നിന്ന് മടക്കി കൊണ്ടുവരും. ഈ സാക്ഷി കേൾക്കുമ്പോൾ മറ്റുള്ളൊരവസ്ഥയിൽ കിടക്കുന്നവർക്ക് മടങ്ങി വരുവാൻ യേശുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചത്. നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് പ്രാർത്ഥന ലാസറിനെ മടക്കി കൊണ്ടുവന്നതുപോലെ 4 ദിവസം കഴിഞ്ഞു. എത്ര ദിവസം വെന്റിലേറ്റർ കിടന്നു? 15 ദിവസം വെന്റിലേറ്ററിലാണ്. 1-2 ദിവസമല്ല, 15 ദിവസം വെന്റിലേറ്റർ കിടന്നു. ഓർമ്മയില്ലാതെ ഓക്സിജന്റെ മുഖാന്തരം കിടന്നൊരു വ്യക്തിയാണ്. മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്ന. ഇതൊരു ജീവനൊരു സാക്ഷിയാണ്. ലോകം അറിയണം. ഇന്ന് ബന്ധുക്കള്, സഹോദരങ്ങൾ, അവരൊക്കെ മറ്റുള്ളവരും ഈ വിശ്വാസത്തിൽ വന്നില്ല. ഹൈന്ദവ മാർഗത്തിൽ നിന്നും ദൈവത്തെ അറിഞ്ഞു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പുള്ളി ദൈവത്തെ അറിഞ്ഞ ശേഷം വെന്റിലേക്ക് കിടന്നപ്പോൾ അവരവരുടെ രീതിയിലൊക്കെ ചെയ്തു. എന്നാൽ നമ്മൾക്കറിയാം, ഒരു വ്യക്തിയെ നമുക്കറിയാം, അപ്പൻ്റെ കരങ്ങളിൽ കൊടുക്കുമെങ്കിൽ നമ്മുടെ ദൈവം വിടുവിക്കും എന്നുള്ളത്. ഇത് മറ്റുള്ളവർക്ക് ഇതൊരു അനുഭവമായിരിക്കണം. ഇന്ന് എവിടെയൊക്കെ തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മരണത്തിലേക്ക് ഒരു ചവറ് പോലെ തള്ളപ്പെട്ട അനുഭവത്തിലേക്ക് മാറ്റിയാലും എൻ്റെ കർത്താവ് യേശു ക്രിസ്തു ചേർത്ത് പിടിച്ചു. എൻ്റെ യേശു ചേർത്ത് പിടിച്ചു. ഇത് പറയുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം വന്ന് ഇറങ്ങിയാണ്. ആമേ, ഹല്ലേലൂയ. ഇല്ല, കർത്താവ് വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. തൻ്റെ മകന്റെ മേലൊരു വിടുതൽ നടക്കുവാൻ നാവിന്റെ കുഞ്ഞമാറി അടുത്ത ജോലിക്ക്, അടുത്ത മാസം മുതൽ ജോലിക്ക് കയറത്തക്കവണ്ണം തൻ്റെ മകൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഭാരങ്ങൾ, കഷ്ടതകൾ, വേദനകൾ പൂർണ്ണമായി മാറുവാൻ കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കർത്താവെ നാവിന്റെ മേൽ വിടുതലും അഭിപ്യന്നരവും പൂർണ്ണമായി മാറി ഇന്ന് ലോകത്ത് അനവധി കർത്താവെ ജീവിക്കുന്നൊരു സാക്ഷിയായി തീരുവാൻ യേശു ജീവിക്കുന്നുണ്ട്. ജീവിക്കുന്ന ദൈവമാണെന്ന് പറയത്തക്കവണ്ണം വെന്റിലേറ്ററിൽ നിന്ന് കർത്താവെ പുൽപ്പുറ്റിലേക്ക് കൊണ്ടുവന്ന ദൈവമേ, ഇന്ന് നിന്റെ സന്നി നിൽക്കുന്ന കൃപയ്ക്കായി, ഇതുവരെ നിർത്തിയ കൃപയ്ക്കായി, അപ്പച്ച ആയുസ്സും ആരോഗ്യം കൊടുത്ത കൃപയ്ക്കായി സകലത്തിലും അനുഗ്രഹിക്കണം. നിന്ദിക്കുന്നിടത്ത്, കുടുംബത്തിൽ തള്ളപ്പെടുന്ന അനുഭവങ്ങൾ ഒറ്റപ്പെടുന്നിടത്ത്, ദേശത്തിലുമേ തകർക്കുന്നിടത്ത് ഇതുപോലെ അനവധി മക്കളെ കർത്താവെ നിന്റെ കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുവാനും ബലം, ആയുസ്സും ആരോഗ്യം, ദീർഘായുസ്സും നിറയ്ക്കണമെന്ന് പ്രാർത്ഥി. എല്ലാ കഷ്ടതകളും ദൈവം മാറ്റി ഉന്നതത്തിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സാക്ഷിക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേ. കരമടിച്ച് നമുക്ക് ശക്തിയോടെ മഹത്വം കൊടുക്കാം. ഇത് മറ്റുള്ളവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കുമാരന് വേണ്ടി പ്രാർത്ഥിക്കുക. മകനൊരു ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ പൂർണ്ണമായി ഇനി ജോലി ചെയ്യണം, ബലം, ആരോഗ്യം കൊടുക്കുവാനും നന്മകൾ നടക്കുവാനൊക്കെ കിട്ടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേ.